ഹലോ ഗായ്സ്, ഒരുപാട് കാലമായിട്ട് ഒരു വലിയ വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങള് ചാനലിൽ 1K സബ്സ്ക്രൈബിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ നമ്മൾ ആദ്യം നമ്മളെ ടീമിനെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സുന്ദരനും സുമുഖനുമായ റിൻഷാദ് അളിയൻ. അളിയൻ എന്ന് പറയാൻ കാരണം അളിയൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അഭിനയിക്കണമെന്ന്. അങ്ങനെ കുറെ കാലം ഈ അളിയന് മെസ്സേജ് അയച്ച് ശല്യം ചെയ്ത് ഒരവസരം ചോദിച്ച് അങ്ങനെ അവസരം കൊടുത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ കാണുന്ന പോലെ തന്നെ ആ ചിരി പോലെ തന്നെ വളരെ മാന്യനും അതൊന്നും കുഴപ്പമില്ല. ആൾക്കാര് നിങ്ങളെ അറിയുന്നത് ഈ രീതിക്ക് തന്നെ. അളിയന്റെ കണ്ണാണ് അളിയന്റെ വീക്ക്നെസ്. കുഴപ്പമില്ല, അളിയന്റെ കണ്ണ് നല്ല ഭംഗിയുണ്ടെന്നാണ് ഒരുപാട് വീഡിയോസിൽ കമന്റ്സ് വരുന്നത്. മെയിനായിട്ട് അളിയ പ്ലീസ് തട്ടരുത്. ഇതാണ് സൗരവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ ക്യാഷ്ലാ മീഡിയ തുടങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ വെച്ച്, ഇന്റർവ്യൂ അല്ല എന്താണ് ഓഡീഷനൊക്കെ വെച്ച് ഞങ്ങള് ഓഡീഷൻ എന്താ പറയാ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാളും വന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 2-3 പേരെ ഞങ്ങൾക്ക് കിട്ടി. ആ കിട്ടിയതില് ഞങ്ങളൊരു മീറ്റിംഗ് വെച്ച സമയത്ത് ആരും വന്നില്ല. ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അവരാരും ഞങ്ങൾ കുറെ വിളിച്ച് അവര് വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് ആക്കിയ സമയത്ത് ഞങ്ങൾ വിഷമിച്ച് ഈ കാണുന്ന സ്ഥലത്ത് ഇതല്ല അതിന്റെ കുറച്ച് അപ്പുറത്തോട്ട് ഞങ്ങൾ പോയി. അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതിലൂടെ സൈക്കിളിൽ പോയിരുന്ന ഒരു വ്യക്തിയാണ് ഇവനും. ഇതാണ് സൗരവിന്റെ അന്ന്. കാണുന്ന പോലെയല്ല, മണ്ടനാണ് സൗരവിനോട് ഞാൻ ഇങ്ങനെ ചുമ്മാ ചോദിച്ചതാ, റീൽ എടുക്കാണ്ടോന്ന് ചോദിച്ചാണ്. അപ്പൊ സൗരവ് ചാടി കയറിയിട്ട് ആ ചേട്ടാ ഞാന് സ്റ്റേറ്റില് ഒക്കെ സ്റ്റേറ്റിലൊക്കെ ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോയതാണ്. ഞാൻ നെട്ടിപ്പോയി. കറക്റ്റ് സ്ഥലത്താണ് ഞങ്ങൾ വന്നേക്കണത്. ഞങ്ങൾക്ക് തോന്നിപ്പോയി. നല്ല ചെക്കനാണ്. അങ്ങനെ അത് ചെയ്യാന്ന് കാണിച്ച മനസ്സാണ് ഏറ്റവും വലുത്. അങ്ങനെ സൗരവ് ഇവരും പറഞ്ഞ് ഞങ്ങളില്ല, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനല്ല എന്റെ ചേട്ടനെ അഭിനയിക്കും. ചേട്ടന് കാണുന്ന പോലെ തന്നെ ഒടുക്കത്തെ അഭിനയമാണ്. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വീഡിയോ നോക്കിയാല് മനസ്സിലാവും സൗരവിന്റെ അഭിനയം എന്താന്ന്. സൗരവ് ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. ഫാദർ, മദർ, വീട്, സ്ഥലം എല്ലാം പറയടാ. നീ കുടുങ്ങി പോയി. ആള് കാണുന്ന പോലെയല്ല. ഇപ്രാവശ്യം സ്റ്റേറ്റില് നാടകത്തില് ഏത് സ്കൂളിന് വേണ്ടിട്ടാടാ? വിജയമാത സ്കൂളിന് വേണ്ടിട്ട് അരങ്ങേറാൻ പോകുന്ന സ്റ്റാറാണ്. ജില്ലയില് ഫസ്റ്റ് അല്ലേടാ? ജില്ലയില് ഫസ്റ്റ് ആണ്. ബെസ്റ്റ് ആക്ടറും കൂടെയാണ്. അത് ക്യാഷ്ലാ മീഡിയയുടെ സംഭാവന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. അങ്ങനെ ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയ മുത്താണ് സൗരവ്. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ ഇതേപോലെ വീക്കെൻഡിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തതായി ഞങ്ങൾ ഇത് കാണിക്കാൻ പോകുന്നത് വീഡിയോഗ്രാഫർ ഡയറക്ടർ ഇനി ഈ വായിൽ നിന്ന് എന്തേലും കമ്മു ഭയങ്കര നാണക്കാരനാണ്. ഞങ്ങൾ വീഡിയോസിന്റെ എല്ലാം ജീവനും ശബ്ദം ഭയങ്കര ശോകമാണ്. എന്നാലും കേൾക്കൂ ഗായ്സ്, ഇതാണ് ഞങ്ങളെ എല്ലാമായ ഹസൻ. കുഴപ്പമില്ല സാർ, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്, എല്ലാരും അറിയട്ടെ. ഓക്കെ, ഒരു ഹസനൊന്നും പറയാല്ല, ഭയങ്കര നാണമാണെന്നുള്ളു. പക്ഷെ ഭയങ്കര കഴിവുള്ളവനാണ്. ഞങ്ങളെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിൽ അധികം വീഡിയോസ് നമ്മൾ അപ്ലോഡ് അല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഹസന്റെ പേജ് നോക്കിയാൽ അറിയാം ഹസന്റെ കഴിവ് എന്താണ്. ഓക്കെ, അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ലച്ചുവിനെ ഞങ്ങൾക്ക് കൊണ്ടുവന്നത് സൗരവാണ്. സൗരവ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വീടില്ല എന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് വാ ചേട്ടാ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം, അവിടെ നല്ല ലൈറ്റ് ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇതാണ് സൗരവിന്റെ വീട്. ഇതാണ് വീട്. ഈ വീട്ടില് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും, നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നപ്പോ അഭിനയിക്കാൻ വേറൊരു ഞങ്ങളെ ഒരു ഇതാരാ ചേച്ചിയാണോടാ? അനിയത്തിയാണ്. ഫാമിലി ഒരു പെങ്കൊച്ചുണ്ടെന്ന് പറഞ്ഞ അഭിനയിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഒരു അതെ അത് കുഴപ്പമില്ല. ഇവനാണ് കൊണ്ടുവന്നത്. അപ്പൊ ലച്ചു ദേ ചിരിച്ചോണ്ട്, ഇത് അന്ന് തുടങ്ങിയ ചിരിയാണ്, ഇതേവരെ മാറിയിട്ടില്ല. പിന്നെ ലച്ചുവിന്റെ ഫാദർ അത്യാവശ്യം വലിയ നാടക നടനൊക്കെയാണ്. ഫാദറിന്റെ പേരെന്തായിരുന്നു? വസന്തൻ അല്ലെ? നാടകല്ലേ, ഷോർട്ട് ഫിലിംസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന
മൂവിയിലുണ്ടാ? ഏത് മൂവിയിലായിരുന്നു? ആ ഓക്കെ. അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളി. അതിലും ഒരുപാട് വേഷങ്ങളൊക്കെ അച്ഛന്റെ കൂടെ ചെയ്തിട്ടുള്ള നടിയാണ്. ചെയ്തിട്ടുണ്ടാവാ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെ മൂവിയിലൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആ തലൊന്ന് മാറ്റിയിരുന്നെങ്കിൽ മഹാനൊന്നും കാണിക്കരുത്. ഇതാണ് നമ്മുടെ സഞ്ജയ്. ക്യാമറ ശല്യം, പൊതുശല്യം. ഞങ്ങളുടെ എവിടെ ക്യാമറ വെച്ചാൽ അതിന് മുന്നിൽ കൂടെ നടക്കലാണ് എന്റെ മെയിൻ പരിപാടി. അത് കടിച്ചു തിന്നരുത്. മൈക്കാണ്. പരിചയപ്പെടുത്തടാ. നമ്മുടെ സഞ്ജയ് പറഞ്ഞ പ്രകാരം ഇവനെ മണ്ടനാണെന്നൊന്നും വീഡിയോയിൽ പറയരുതെന്ന് പറഞ്ഞു. നല്ല പാട്ടുകാരനാണെന്ന് പറയണെങ്കിൽ രണ്ടുപേരും പാടാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. പാടിക്കോളും. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, പശിയവനേറെയുണ്ടല്ലോ, വിഷബഹുകേമമാണല്ല, എല്ലാം മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകുതത്താൽ, മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകുതത്താൽ. കൃഷ്ണ നീ എവിടെ, നിനക്കൊരു സൂത്രം കാണിച്ചില്ലേ, നിന്ന ചുമ്മാ നീ. പാലും പഴവും കൈകളിലേന്തി. അടുത്തായിട്ട് നമ്മുടെ സ്റ്റാർ മൂസി. ഭയങ്കര നാണക്കാരനാണ് മൂസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ കാശില മീഡിയയുടെ എല്ലാമായിരുന്നു. തുടക്കാലത്ത് നമ്മളെ സഹായിയായിരുന്നു. എന്നും സഹായിക്കാൻ വരും. അന്ന് മൂസിനോട് ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സഹായിക്കണത് ചോദിച്ച മൂസി പറഞ്ഞു, നിങ്ങൾ ഉച്ചക്ക് വാങ്ങിച്ചു തരുന്ന ഒരു ബിരിയാണി, ആ ബിരിയാണിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ഞങ്ങളെ സഹായിച്ചോണ്ടിരുന്നത്. ഇവര് മെയിനായിട്ട് സ്നേഹമൊന്നും കൊടുക്കണ്ട, ഒരു ചായയോ ഒരു ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുത്താതെ പൊന്നു പോലെ വന്ന് പണിയെടുത്ത് തരും. മൂസി, കാശില മീഡിയയുടെ സ്വന്തം മൂസി. അങ്ങനെ ഇവരൊക്കെയാണ്. നമ്മളെ വാവയില്ല അല്ലെ, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് ഉറപ്പായിട്ടും. ഇനി നമ്മുടെ മുത്തുമണി. ഹലോ ഗായ്സ്, അപ്പൊ ഇനി നമ്മള് കാണാൻ പോണത് പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ മെയിൻ നായകൻ, സൂപ്പർ സ്റ്റാർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, സ്റ്റോറി റൈറ്റർ, മെയിൻ ആക്ടർ. ഇതിൽ ഞാൻ വീഴ്ത്തുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ എറിയാൻ പോവുകയാണ്. അടുത്തതിൽ എന്തായാലും ഞാൻ വീഴ്ത്തി തരും. ഉറപ്പായും വീഴ്ത്തുമെന്ന വിശ്വാസത്തോടെ ജസ്റ്റ് മിസ്. ഇഷ്ടം നമുക്ക് ഇനി ചാനൽ നേരത്തെ പുതിയ വീടായിട്ട് കുഞ്ഞും വരുന്നതാണ്.